തൊടുപുഴയിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ സംബന്ധിച്ച വാർത്തകൾ വരുന്നു. തൊടുപുഴ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ UDF BJP പരസ്യ കൂട്ടുകെട്ട്. പരസ്പരം സഹായിച്ച് വോട്ട് ചെയ്തതോടെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ UDFനും 2 BJPക്കും കിട്ടി. നവീൻ ചേരുന്നു വിവരങ്ങളുമായി. നവീൻ, ഒരു പരസ്യ കൂട്ടുകെട്ടിലേക്ക് കാര്യങ്ങൾ പോയത് എങ്ങനെയാണ് അവർ ഈ സാഹചര്യത്തെ വിശദീകരിക്കുക? തൊടുപുഴ നഗരസഭാ രംഗത്തിന്റെ ഭൂരിപക്ഷത്തിൽ LDF ആണ് ഭരിക്കുന്നത്. UDF ഭരണം ഉറപ്പിച്ചെടുത്തതെന്ന് ഒരു UDF സ്വതന്ത്രന്റെയും UDF വിമതന്റെയും സഹായത്തോടെ അപ്രതീക്ഷിതമായി LDF നഗരസഭാ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ LDFന് ഒരു തിരിച്ചടി നൽകാൻ വേണ്ടിയിട്ടാണ് UDF BJPയുമായി സഹകരിച്ച് സഖ്യമുണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ UDF നേതാക്കൾ പറയുന്നത്. എന്തായാലും പരസ്പരം UDF BJPക്കും BJP UDFനും വോട്ട് ചെയ്തതോടെ 6 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ 5 എണ്ണവും ഇപ്പോൾ 3 UDFനും 2 BJPക്കും കിട്ടിയിരിക്കുകയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സഖ്യം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നു എന്നത് മാത്രമാണ് വ്യക്തമായിരിക്കുന്നതെന്നാണ് LDFന്റെ പ്രതികരണം. അതേസമയം തന്നെ ഇതിനുള്ളിൽ ഈ ഒരു സഖ്യമുണ്ടാക്കിയതിൽ മുസ്ലിം ലീഗിനുള്ളിൽ വിമർശനം ഉയർന്നുണ്ട്. ഈ പരസ്യ കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിലെ ഒരംഗം വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. ഇതിനെതിരെ പരസ്യമായിട്ടുള്ളൊരു പ്രതികരണത്തിലേക്കും ലീഗ് കടന്നേക്കുമെന്നാണ് സൂചന. ശരി, നവീൻ വർഗീസ്.